Hello everyone, welcome to the class. Independence of path. അതായത് ഒരു ഇൻറ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് എപ്പോഴാണ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫോർ ദാറ്റ് സപ്പോസ് വി ഹാവ് എ ഡൊമെയിൻ ഡി. നമുക്കൊരു ഡൊമെയിൻ ഡി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഡൊമെയിൻ ഡി ഉണ്ട്. ഓക്കെ, ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. റെഡി. ഇനി സെഡ് നോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോയിൻ്റാണ്. സെഡ് വൺ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ഡൊമെയിനിലെ മറ്റൊരു പോയിൻ്റാണ്. ഇനി എനിക്ക് ഈ ഫംഗ്ഷനെ സെഡ് നോട്ട് മുതൽ സെഡ് വൺ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിചാരിക്കാം. അപ്പോൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? പാത്ത് ഇൻ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു സെഡ് നോട്ടിൽ നിന്നും സെഡ് വണ്ണിലേക്ക്. ദെൻ സപ്പോസ് ദിസ് പാത്ത് ഇസ് ഡിനോട്ടഡ് ബൈ സി എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. റെഡി. എപ്പോഴാണ് ഈ ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം? സെഡ് നോട്ടിൽ നിന്നും സെഡ് വണ്ണിലേക്കുള്ള ഏത് പാത്തിലൂടെ എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് സെയിം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ആ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. സോ ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, ആ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പോയി. ഏത് പാത്തിലൂടെ സ്ട്രൈറ്റ് ലൈൻ എടുക്കാം, കർവ് എടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്തിലൂടെ സെഡ് നോട്ടിൽ നിന്നും സെഡ് വണ്ണിലേക്ക് കൺസിഡർ ചെയ്താലും ആ പാത്തിലൂടെ നമ്മുടെ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വി വിൽ സേ ദാറ്റ് ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഈസ് പാത്ത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. അങ്ങനെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഐ ക്യാൻ സെഡ് ദാറ്റ് ഇൻ്റഗ്രൽ സെഡ് നോട്ട് ടു സെഡ് വൺ എഫ് സെഡ് ഡി സെഡ് എന്ന് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം എന്താ, ഇൻ്റഗ്രൽ ഓവർ സി എന്ന് എഴുതേണ്ട കാര്യമില്ല. സി എന്താണ്? പാത്താണ്. ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കാം. സെഡ് നോട്ടിനെയും സെഡ് വണ്ണിനെയും കണക്ട് ചെയ്യുന്ന ഒരു കോണ്ടൂർ ആയിരിക്കാം, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കാം. അപ്പോൾ പക്ഷേ ആ കോണ്ടൂറിൻ്റെ എന്താ പറയുക, കോണ്ടൂറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റിനെയും സെഡ് വൺ എന്ന് പറയുന്ന പോയിൻറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡിനെ എനിക്ക് എങ്ങനെ എഴുതാം? പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ സെഡ് നോട്ട് ടു സെഡ് വൺ എഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതാം. കാരണം ആ രണ്ട് പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ പറയുന്ന കോണ്ടൂറിനെ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ പാത്ത് ഇൻഡിപെൻഡൻസ് നമ്മുടെ കോംപ്ലക്സ് അനാലിസിസിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നോക്കിയാൽ നമുക്കറിയാം. നമുക്ക് സപ്പോസ് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. നമുക്കൊരു സിമ്പിൾ കണക്റ്റഡ് ഡൊമെയിൻ ഉണ്ട്. സപ്പോസ് വി ഹാവ് എ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി ആൻഡ് എഫ് ഈസ് അനലിറ്റിക് ഓൺ ഡി. അതായത് ഡി എന്ന് പറയുന്ന സിംപ്ലി കണക്റ്റഡ് ഡൊമെയിനിൽ അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് നിങ്ങൾ ഏത് പാത്തിലൂടെ കണ്ടുപിടിച്ചാലും വാല്യൂ സെയിം ആയിരിക്കും. അതായത് ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് പാത്ത് ഇൻഡിപെൻഡൻസും അനലിറ്റിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ബന്ധം എന്ന് ചോദിച്ചാൽ ഇഫ് എഫ് ഈസ് അനലിറ്റിക് ഓൺ എ സിംപ്ലി കണക്റ്റഡ് domain D, then integral over C f z dz is independent, path independent എന്ന് പറയാം. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് പാത്തിലൂടെ വേണമെങ്കിലും നമുക്ക് ഇൻറ്റഗ്രൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വി മൂവ് ടു ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസ്. അപ്പോൾ എന്താ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ഡൊമെയിൻ വേണം. ഡി എന്ന് പറയുന്ന ഒരു ഡൊമെയിൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഡി ഈസ് എ ഡൊമെയിൻ. ഓക്കെ. ഇനി അതിനകത്ത് ഉള്ള ഒരു ഫംഗ്ഷനാണ് സ്മോൾ എഫ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂവസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂവസ് ഫംഗ്ഷനാണ് ഇൻ ദി ഡൊമെയിൻ ഡി. ഇനി ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെയുള്ള ഫംഗ്ഷനാണ്. ക്യാപിറ്റൽ എഫിൻ്റെ പ്രത്യേകത, ക്യാപിറ്റൽ എഫ് ഈ സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. എന്താണ് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാലോ അതിൻ്റെ ഇൻറ്റഗ്രൽ എന്നുള്ള അർത്ഥം കൂടിയാണ്. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് പറഞ്ഞാൽ സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ വെൻ എഫ് ഈസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ദെൻ ക്യാപിറ്റൽ എഫ് ഡാഷ് വിൽ ബി ഈക്വൽ ടു സ്മോൾ എഫ് ആയിരിക്കും. അപ്പോൾ ഈ
ഒരു പ്രോപ്പർട്ടിയും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു കോണ്ടൂർ സി ഡിക്കകത്ത് കൺസിഡർ ചെയ്യുന്ന വെച്ചാൽ ഏതൊരു കോണ്ടൂർ സി ഡിക്കകത്ത് കൺസിഡർ ചെയ്താലും ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഈ പറയുന്ന ആൻറ്റി ഡെറിവേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഈ സി പറയുന്ന പോയിന്റ് തുടങ്ങുന്നതും സി എന്ന് പറയുന്ന കോണ്ടൂർ തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവില്ലേ? സെഡ് നോട്ടും സെഡ് വണ്ണും ആയിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സെഡ് നോട്ടിൽ നിന്നും സെഡ് വണ്ണിലേക്കുള്ള ഏത് പാത്തിലൂടെയുള്ള ഇൻ്റഗ്രൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് വൺ മൈനസ് എഫ് ഓഫ് സെഡ് ടു ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ആദ്യം എന്ത് വേണം? ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈൻ വേണം. സ്മോൾ എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. ക്യാപിറ്റൽ എഫ് ഈ സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. ഓക്കെ, ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി സ്മോൾ എഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ആൻറ്റി ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദറ്റ് ഈസ് എഫ് ഓഫ് സെഡ് വൺ മൈനസ് എഫ് ഓഫ് സെഡ് ടു. ഓക്കെ, സെഡ് വൺ എന്ന് പറയുന്നത് ഇവിടെ സെഡ് നോട്ടും സെഡ് വണ്ണും ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ദിസ് മസ്റ്റ് ബി സെഡ് നോട്ട് കേട്ടോ. എഫ് ഓഫ് സെഡ് വൺ മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട്, അതായത് ഫൈനൽ പോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ മൈനസ് ഇനീഷ്യൽ പോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ വെർ ദ ഫംഗ്ഷൻ ഈസ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് ഗിവൺ ഫംഗ്ഷൻ സ്മോൾ എഫ്. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് തിയറം ഈസ് കോൾഡ് ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസ്. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ടു സെഡ് ഡി സെഡ്. അപ്പോൾ ഇതിന് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സി എന്ന് പറയുന്ന കോണ്ടൂർ അവരെന്താ തന്നിരിക്കുന്നത്? സെഡ് ഈക്വൽ ടു വണ്ണും സെഡ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ആയി. അതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്രാഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ സെഡ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഇത് 0, ഇത് 1 എക്സെട്ര. ദിസ് ഈസ് മൈനസ് വൺ. അപ്പോൾ സെഡ് ഈക്വൽ ടു മൈനസ് വൺ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി മൈനസ് വൺ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഏതാണത്? മൈനസ് വൺ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് നോക്കുക. റിയൽ പാർട്ട് മൈനസ് വൺ ആണ്, ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ ദ പോയിന്റ് ഈസ് മൈനസ് വൺ വൺ. മൈനസ് വൺ വൺ എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഉണ്ടാവുക? ഇതാ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ പോയിന്റും ഈ പോയിന്റുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദിസ് ഈസ് ദി ഐ ടേക്ക് ഇറ്റ് ആസ് സെഡ് നോട്ട് ആൻഡ് ദിസ് ഈസ് സെഡ് വൺ. ഇത് ഇനീഷ്യൽ പോയിന്റും ഇത് ടെർമിനൽ പോയിന്റും ആണെന്ന് വിചാരിച്ചു. എങ്കിൽ ഇവരെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ കോണ്ടൂർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള ഇൻ്റഗ്രൽ വാല്യൂ ആണ് ടു സെഡ് ഡി സെഡിൻ്റെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? എഫ് സെഡ് നമുക്ക് തന്നിരിക്കുന്നു, നമ്മൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി കാണണം, സെഡ് ഡാഷ് ഓഫ് ടി കാണണം, ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ വേണം, എന്നിട്ട് വേണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. പിന്നെ എക്സിൻ്റെ ആണെങ്കിലും വൈൻ്റെ ലിമിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, പാരാമട്രൈസേഷൻ കണ്ടുപിടിക്കണം, എന്നിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? നോക്കൂ, നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഏതാണ്? സ്മോൾ എഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണ്? ഇൻ്റഗ്രേഷൻ്റെ അകത്ത് തന്ന ഫംഗ്ഷൻ ദറ്റ് ഈസ് ടു സെഡ് ആണ്. ഇനി ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്കൂ, 2 ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലാണ് അല്ലേ? കോംപ്ലക്സ് പോളിനോമിയലാണ്. കോംപ്ലക്സ് പോളിനോമിയൽസ് ഒക്കെ എന്ത് ഫംഗ്ഷനാണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു, സിൻസ് എഫ് സെഡ് ഈസ് കോംപ്ലക്സ് പോളിനോമിയൽ ഇറ്റ് ഈസ് കണ്ടിന്യൂവസ്. കോംപ്ലക്സ് പോളിനോമിയൽ ഇറ്റ് ഈസ് കണ്ടിന്യൂവസ്. അപ്പോൾ കണ്ടിന്യൂവസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ എവിടെയാണ് തന്നിരിക്കുന്നത്? നമ്മുടെ ഡൊമെയിൻ എവിടെയാണ്? മൊത്തം കോംപ്ലക്സ് പ്ലെയിൻ ആണ്. നമ്മുടെ മൊത്തം കോംപ്ലക്സ് പ്ലെയിൻ എപ്പോഴും ഒരു ഡൊമെയിൻ ആയിട്ടാണ് കരുതപ്പെടുന്നത്. സോ ഇൻ സം ഡൊമെയിൻ ഡി നമുക്കൊരു എഫ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നിരിക്കുന്നു. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ തിയറം ഉപയോഗിക്കാൻ പോവുക ഞാൻ. ഈ തിയറം ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഡൊമെയിൻ വേണം. ഉണ്ട്, നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ ആണ് ഡൊമെയിൻ. എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ വേണം. അതുകൊണ്ട് 2z ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി ക്യാപിറ്റൽ എഫ് വേണം നമ്മൾക്ക്. ക്യാപിറ്റൽ എഫ് ഈ സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ നോക്കൂ, ഏത് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് നമുക്ക് 2z കിട്ടുക? ക്യാപിറ്റൽ എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏതോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. അതാണ് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2z എന്ന് കിട്ടണമെങ്കിൽ ഏത് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുത്തതായിരിക്കണം? സെഡ് സ്ക്വയറിനെ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഞാൻ എടുക്കുന്നു ക്യാപിറ്റൽ എഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ ആണ്. കാരണം എന്താ? നിങ്ങൾ എഫ് ഡാഷ് സെഡ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 2z ആണ് അല്ലേ? 2z എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ആണ് അല്ലേ? സ്മോൾ എഫ് ഓഫ് സെഡ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് സെഡ് ഞാൻ സെഡ് സ്ക്വയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ സ്മോൾ എഫ് എന്ന് കിട്ടുന്നു. സോ വിച്ച് ഇംപ്ലൈസ് ക്യാപിറ്റൽ എഫ് സെഡ് ഈസ് ദി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് സെഡ്. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം അല്ലേ? സ്മോൾ എഫ് സെഡ് കണ്ടിന്യൂസ് ആവണം, ക്യാപിറ്റൽ എഫ് സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആവണം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ്, ഏത് സി വേണമെങ്കിലും ഏത് കോണ്ടൂർ വേണമെങ്കിലും ആയിക്കോട്ടെ, ലൈനോ ക്ലോസ്ഡോ ഓപ്പണോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് വൺ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇവിടെ സെഡ് വൺ ടെർമിനൽ പോയിൻറ്റും സെഡ് നോട്ട്
ഇനീഷ്യൽ പോയിൻറ്റുമാണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് Z1 ആരാണ്? Z1 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ്. ഈ പോയിൻ്റ് ഏതാണ്? സെക്കൻഡ് പോയിൻ്റാണ്, -1 പ്ലസ് ഐ. അപ്പോൾ -1 പ്ലസ് ഐ ആണ് Z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പോയിൻ്റാണ്. ഇനീഷ്യൽ പോയിൻ്റ് ഏതാ അവർ തന്നെ? Z=1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇത് മാത്രം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇൻറ്റഗ്രേഷൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നു. ഇനി ഇതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? വി ഹാവ് ക്യാപിറ്റൽ എഫ് ഉണ്ട്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ Z² ആണ്. അപ്പോൾ എഫ് ഓഫ് -1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ -1 പ്ലസ് ഐൻ്റെ സ്ക്വയർ ആണ്. മൈനസ്, അപ്പോൾ ഇവിടെയും -1ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? Z² ആണ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണോ തന്നത് അതിന് സ്ക്വയർ ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ എഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുന്നു, -1നെയും സ്ക്വയർ ചെയ്യുന്നു. സോ ഇതിനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ വാല്യൂ. അപ്പോൾ ഇത് ചെയ്യാം നമുക്ക്. -1ൻ്റെ സ്ക്വയർ ഈസ് +1, I² ഈസ് -1, ദെൻ 2 ഇൻറ്റു -1 ഇൻറ്റു I മൈനസ് -1 സ്ക്വയർ ഈസ് 1 എന്ന് വരും. അപ്പോൾ ഈ -1ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ 1 - 2i. So 1 - 2i will become the final value of this integral. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ഇൻറ്റഗ്രൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും യൂസിങ് ദിസ് ഐഡിയ, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കോണ്ടൂർ ഇൻറ്റഗ്രേഷൻ. ഓക്കെ. So one more question. Evaluate integral over C cos z dz where C is any contour with initial point z equal to 0 and final point z equal to 2 plus i. അപ്പോൾ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ f(z). അതേതാണ്? ഇൻറ്റഗ്രേഷനകത്തുള്ള ഈ ഫംഗ്ഷനാണ്, ദറ്റ് ഈസ് cos z. റെഡി. ഇനി ആദ്യം ഇത് കണ്ടിന്യൂസ് ആണോ? കോംപ്ലക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനായ cos z കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ആണ്. ഇനി ഇത് ഒരു ഡൊമെയിനിലാണ് ഡിഫൈൻ ചെയ്തിട്ട്, ഏത് ഡൊമെയിനിലാണ്? കോംപ്ലക്സ് പ്ലെയിനിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് വേണം? ഇതിനൊരു ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന് നോക്കണം. എന്താണ് ആൻറ്റി ഡെറിവേറ്റീവ്? ഏതോ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം ഈ ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ ഫംഗ്ഷൻ? നമുക്കറിയാം സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് ആണ് cos z എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം നമ്മൾ ക്യാപിറ്റൽ എഫ് സെഡ് ആയിട്ട് എന്ത് ചൂസ് ചെയ്യുന്നു? ചൂസ് ക്യാപിറ്റൽ എഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ്. അങ്ങനെയാണെങ്കിൽ f' എന്ത് വരും? സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് cos z ആണെന്ന് നമുക്കറിയാം. അപ്പോൾ cos z എന്ന് കിട്ടും. ഈ cos z ആണ് എന്ത്? സ്മോൾ എഫ് സെഡ്. സോ ദാറ്റ് വി ഗെറ്റ് ക്യാപിറ്റൽ f' സ്മോൾ എഫും ഈക്വൽ ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വിച്ച് ഇംപ്ലൈസ് ക്യാപിറ്റൽ എഫ് ഈസ് ദി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. നോക്കൂ, എഫ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്, എഫിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആയ ക്യാപിറ്റൽ എഫ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ C f(z) dz വിൽ ബി ഈക്വൽ ടു ഏത് തിയറാണ്? ഇവിടെ എഴുതണം, ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കോണ്ടൂർ ഇൻറ്റഗ്രേഷൻ. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കോണ്ടൂർ ഇൻറ്റഗ്രൽ, integral over C f(z) dz is equal to capital F of Z1 minus capital F of Z0, where Z1 is final point, Z0 is initial point. Okay, so what is capital F of Z1? Z1 is given as final point 2 plus i minus initial point എത്രയാണ്? 0 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി വാട്ട് ഈസ് എഫ് ഓഫ് സെഡ്? ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ സൈൻ സെഡ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് സെഡ് ആണെങ്കിൽ അത് സൈൻ സെഡ്. അപ്പോൾ ബ്രാക്കറ്റിൽ 2 plus i ആണെങ്കിൽ സെഡിന് പകരം 2 plus i കൊടുക്കണം. സൈൻ ഓഫ് 2 plus i മൈനസ് സൈൻ 0 എന്ന് വരും. സൈൻ 0 is 0. അപ്പോൾ അത് പോവും. സൈൻ ഓഫ് 2 plus iയുടെ വാല്യൂ ആണ് നമ്മുടെ ആക്ച്വൽ വാല്യൂ ആയിട്ട് അപ്പോൾ ഉണ്ടാവുക. സൈൻ ഓഫ് 2 plus i.